ലവ് പീസ് ആൻഡ് ജോയ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ April 1st ആയി ഗൈസ്. നമ്മൾ നേരത്തെ ഞാൻ ആ ഒരു മെംബ്രെയിൻ സ്വീപ്പ് ഇൻഡക്ഷൻ ഓഫ് ലേബർ എന്നൊക്കെ പറഞ്ഞ ആ ഒരു വീഡിയോ ഓർമ്മയില്ലേ? അത് കണ്ടവർക്ക് മനസ്സിലാവും, കാണാത്തവർ പ്ലീസ് അത് കാണണം കേട്ടോ. എന്തായാലും അതിൻ്റെ ഡേ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് മിഡ് വൈഫ് അപ്പോയിൻമെൻ്റ് ഉണ്ട്. ഞാനിപ്പോൾ ഇതേ റെഡിയാകാൻ പോകുന്നു. കുറച്ച് ദിവസമായിട്ട് കോൺട്രാക്ഷൻസ് ഉണ്ട്, പക്ഷെ അതൊക്കെ ഫോൾസ് കോൺട്രാക്ഷൻസ് ആണ്. ഫോൾസ് ലേബർ എന്ന് പറയും. നമുക്ക് കുറച്ച് പോകും. പക്ഷെ കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കുറച്ച് നേരം പൊസിഷൻസൊക്കെ ചേഞ്ച് ചെയ്യുമ്പോഴേക്കും മാറും. അങ്ങനെ അത് കുറച്ച് ദിവസമായിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു 3-4 days ആയിട്ട് ഭയങ്കര ടയേർഡ്നെസ് ആണ്. എസ്പെഷ്യലി ഈവനിങ് ആകുമ്പോഴേക്കും തളർന്നു പോകണം. അപ്പോൾ അതിന് മുൻപ് കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഞാൻ വന്ന് കടന്നു പോകുന്ന ഒരു സിറ്റുവേഷനാണ്. ഇപ്പോൾ സംസാരിക്കുമ്പോൾ പോലും ബ്രീത്തിങ് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. സോ ഇപ്പം നമ്മളെന്തായാലും ആ ഒരു ഇൻഡക്ഷനിലൂടെ കടന്നു പോകാനായിരിക്കണം. ഇറ്റ്സ് ഓക്കെ, ലെറ്റ് ഇറ്റ് ബി, കുഴപ്പമില്ല. എന്തായാലും അങ്ങനെയൊക്കെ കടന്നു പോട്ടെ, എന്ത് ചെയ്യാൻ പറ്റും. ഇന്നെന്തായാലും വേറെ മെഡിക്കേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് മെംബ്രെയിൻ സ്വീപ്പാണ്. മെംബ്രെയിൻ സ്വീപ്പ് ഞാൻ ഓൾറെഡി അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, ഓൾറെഡി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. നിങ്ങൾ ആ വീഡിയോ കാണട്ടെ, ഞാൻ ലിങ്ക് കൊടുക്കാം. പിന്നെന്താ, മിനി വ്ളോഗ്സ് ആണ് ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇടുന്നത്. കാണാത്തവരൊക്കെ അത് കാണുക. അതിനകത്തൊക്കെ എല്ലാം അപ്ഡേറ്റ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്, നമ്മളുടെ കാര്യങ്ങൾ. അപ്പോൾ ഇന്നെന്തായാലും ഞാനൊരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ച്. ഇപ്പം മെംബ്രെയിൻ സ്വീപ്പ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യാമല്ലോ. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ റെഡിയാകാൻ പോകുന്നു. രാവിലെ കുളിച്ചു, ഇന്ന് നേരത്തെ കുളിച്ചു. സാധാരണ ഞാൻ ഈവനിങ് ആണ് കുളിക്കാറ്, ഉറങ്ങുന്നതിന് മുൻപൊക്കെ കുളിക്കുള്ളൂ. ഇന്നിപ്പോൾ നേരത്തെ കുളിച്ച്. അപ്പോൾ ഗെറ്റിംഗ് റെഡി. ജസ്ബോയ് സ്കൂളിൽ പോയി. ജസ്ബോയ്ക്ക് ഇന്ന് സ്പ്രിങ്ങിൻ്റെതായിട്ടുള്ള ഒരു സെലിബ്രേഷൻ ഉണ്ട്. ആൽവിൻ ഓപ്പറേറ്റിന് പോയി. ആൽവിൻ ഇപ്പോൾ തന്നെ എത്തും. അപ്പോൾ ആൽവിൻ ഞാനും കൂടിയാണ് പോകുന്നത് മിഡ് വൈഫിൻ്റെ അടുത്ത്. നമുക്ക് പോയിട്ട് വരാം. എന്നിട്ട് ഞാൻ അവിടെ പോകുമ്പോൾ അത് അവിടെ എടുക്കാനൊന്നും പറ്റില്ല. ബട്ട് തിരിച്ചു വരുമ്പോൾ എന്തായാലും ഞാൻ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യാം കേട്ടോ. പ്രേ ഫോർ മീ. ഞാൻ ഈ വീഡിയോ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യും. April 1st തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കും. പിന്നെ നമുക്കൊരു ടൈം ചേഞ്ച് വന്നായിരുന്നു. ബ്രിട്ടീഷ് സമ്മർ ടൈമാണ് ഇപ്പോൾ റൈറ്റ് നൗ, ഡേ ലൈറ്റ് സേവിങ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് നാട്ടിലത്തെയും നമ്മളുടെയും UK-യിലെയും ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഒരു 4.5 hours ആണ്. അപ്പോൾ നമുക്ക് റെഡി ആയിട്ട് വന്നിട്ട് കാണാം. ഞാൻ സ്ട്രോങ് ആണ് മെൻ്റലി, ആസ് ഐ ഓൾവേസ് സേ, ബട്ട് വീക്കാണ് ഹെൽത്ത് വൈസ്, വെരി വീക്ക്. ബട്ട് ഇറ്റ്സ് ഓക്കെ. നിങ്ങളുടെ പ്രേയേഴ്സ് വേണം കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് റെഡി ആയി കഴിഞ്ഞിട്ട് കാണാം. ഞാൻ റെഡിയായി. ഇപ്പോൾ കുറച്ച് എനർജി വന്നിട്ടില്ലേ? കുറച്ചധികം വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. പയ്യെ വെള്ളം ചെറിയ സിപ്പായിട്ട് എനർജി ഒന്ന് ബിൽഡപ്പ് ചെയ്തെടുക്കണമല്ലോ. നമുക്ക് പോകാം. ആൽവിൻ എത്തിയിട്ടില്ല. ഞാൻ കുറച്ച് റെഡി ആയിട്ട് ഇരുന്നതേ ഉള്ളൂ. എൻ്റെ ബൈബിളിന് 2 days പെൻഡിങ് വന്നതേ. ഇന്നലെയൊക്കെ കുറച്ച് പർച്ചേസും കാര്യങ്ങളുണ്ടായിരുന്നു, അതുകൊണ്ട് ഇന്നലെ ഇരിക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ ഇന്ന് ജസ്റ്റ് കേട്ടതേ ഉള്ളൂ ഓഡിയോ. എനിക്കിനി അത് ഇന്ന് സമയം കിട്ടണമെങ്കിൽ ഇരുന്ന് ചെയ്യണം. നിങ്ങൾക്ക് ഓൾറെഡി അറിയാമല്ലോ ഞാൻ ചെയ്യുന്ന രീതി. ഞാൻ ഇരുന്ന് പേപ്പറൊക്കെ കട്ട് ചെയ്ത് അതൊക്കെ സ്റ്റിക്ക് ചെയ്ത് എൻ്റേതായിട്ടുള്ള രീതിയിലൊക്കെ ഡെക്കറേറ്റൊക്കെ ചെയ്തിട്ടാണ് ഞാൻ ബൈബിൾ സ്റ്റഡി ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു വിഷമമുണ്ട്. ഇത്രയും ദിവസം ഇപ്പോൾ 91 days ആയി ബൈബിളിൻ്റെ ഈ ചാലഞ്ചിൽ പങ്കെടുക്കുന്നത്. ഇനി കമ്മിങ് ഡേയ്സ് എങ്ങനെ ഇരിക്കുമെന്ന് അറിയില്ല. ബേബി വന്നു കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക് എടുക്കേണ്ടി വരും. അങ്ങനെ ഇരുന്ന് ചെയ്യാൻ പറ്റില്ലല്ലോ പെട്ടെന്നൊന്നും. അങ്ങനെ ഇരിക്കുന്ന എന്തായാലും നമുക്ക് മിഡ് വൈഫിൻ്റെ അടുത്ത് പോയിട്ട് വരാം. ഇനി മിഡ് വൈഫ് മെംബ്രെയിൻ സ്വീപ്പ് ചെയ്യുമെന്നാണ് അന്ന് ഡോക്ടേഴ്സ് പറഞ്ഞത്. മിഡ് വൈഫ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. നമുക്കറിയില്ല, എന്തായാലും പോയി നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓൺ ദ വേ കാണാം. ഇനി ഞങ്ങളുടെ കാറിൻ്റെ എന്താ പോയിരിക്കണത്? ഫോബ് പോയിരിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ പോയി തുറന്ന ഇവിടെ കൊണ്ട് ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ആദ്യം പയ്യെ കയറിയിട്ടാണ് ഞങ്ങൾ തുറക്കണത്. എന്താ ചെയ്യുക ഗൈസ്? തുറന്നോട്ടെ കണ്ട, രാജകീയമായ എൻട്രിയാണ് എനിക്ക്. ഇങ്ങനെ അത് രാജകീയമായ എൻട്രിയാണ് എനിക്ക്. കണ്ട, ഡോർ ആരടക്കും.
സോ ഗൈസ് ആസ് യൂഷ്വൽ ഇവിടെ റൂട്ടീൻ പ്രൊസീജിയർ പോലെ യൂറിൻ സാമ്പിൾ ടെസ്റ്റ് ചെയ്യും. അതിനകത്ത് നമ്മുടെ ഷുഗർ ലെവൽ, ബാക്ടീരിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ, അതേപോലെ വേറൊരെണ്ണം ചെയ്യണത് എയർ മോണിറ്ററിങ് ആണ്. അതൊക്കെ റൂട്ടീനാണ്. കാരണം നമ്മുടെ എയറിൽ കാർബൺ മോണോക്സൈഡ് കണ്ടന്റ് എന്നൊക്കെ നോക്കും. പിന്നെ ഇതേപോലെ ക്ലോത്ത്സ്, യൂസ്ഡ് ക്ലോത്ത്സ് ആണ് വേണമെന്നുള്ളവർക്ക് പർച്ചേസ് ചെയ്യാം. ലൈക്ക് £1.50 എന്നൊക്കെയാണ് അവിടെ വെച്ചേക്കുന്നത്. അങ്ങനെ സൈഡിലൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അതെ എൻ്റെ പരിപാടി കഴിഞ്ഞ് ഇറങ്ങി വരുന്ന സീനാണേ. യെസ് ഗായ്സ്, അങ്ങനെ നമ്മളുടെ മെംബ്രെയിൻ സ്വീപ്പ് കഴിഞ്ഞു. ഹാഫ് ആൻ അവർ എടുത്തില്ല കേട്ടോ. ഹാഫ് ആൻ അവർ അതിനുള്ളിൽ തീർന്നു പരിപാടി. ഇപ്പോൾ ഒരു 11:45 ഇവിടെ. 11:45 ആവുന്നേ ഉള്ളൂ. യെസ്, ഞാനും മാവിനും തിരിച്ച് വീട്ടിലോട്ട് പോകാം. അതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഷോപ്പിൽ കയറണം. ജസ്റ്റ് പോയിക്ക് April 4th വരെ ക്ലാസ് ഉള്ളൂ. സ്പ്രിങ് ഹോളിഡേയും പിന്നെ ഈസ്റ്റർ ഹോളിഡേയ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിന് മുൻപ് കുറച്ച് കാര്യങ്ങളുണ്ട്, ജസ്പോയുടെ കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ഗസ് ചെയ്യാവുന്നതേ ഉള്ളൂ. കൊച്ചിൻ്റെ ബർത്ത്ഡേ വന്നിട്ടില്ല 15th. അപ്പോൾ അതിന് മുൻപായിട്ട് 15th എന്ന് പറയുമ്പോൾ അവന് ഹോളിഡേ ആയിരിക്കും, ക്ലാസ് ഉണ്ടാവില്ല. അപ്പോൾ കൊച്ചിന് അതിന് മുൻപ് ചോക്ലേറ്റ്സ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവന് വെറൈറ്റി ആയിട്ട് കൊടുക്കണമെന്നാണ് പറയുന്നത്. ചോക്ലേറ്റ് മാത്രമല്ല, എന്തെങ്കിലും ഒരു ഡിഫറെൻ്റ് ആയിട്ട് കൊടുക്കണം എന്നാണ് അവൻ്റെ ആഗ്രഹം. അപ്പോൾ ഞാനും ആവിനെ ഒന്ന് ജസ്റ്റ് പോയി നോക്കാമെന്ന് വിചാരിച്ചു, എന്തെങ്കിലും കിട്ടുമെന്ന്. അങ്ങോട്ട് പോകണം. ഫസ്റ്റ് പെട്രോൾ അടിക്കാൻ പോകണം. അപ്പോൾ മെംബ്രെയിൻ സ്വീപ്പിൻ്റെ കാര്യം ഞാൻ പറയാം കേട്ടോ. പർച്ചേസ് ചെയ്തു ഗൈസ് അല്ലേ. വി ആർ ബാക്ക് ഹോം. ഐ ഹാവ് ടു ടേക്ക് റെസ്റ്റ്. അയ്യോ, കാരണം പോയതിൻ്റെയും ആ ചെയ്ത പ്രൊസീജിയറിൻ്റെയും പിന്നെ ഒരു ഗുഡ് ന്യൂസ് ഇസ് ലൈക്ക് നമ്മുടെ സെർവിക്സ് ഒരു 2 centimeter പ്ലസ് ഡയലേറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ആയിരുന്നു ആ പെയിനൊക്കെ ഉണ്ടായിരുന്നത് 2 ദിവസമായിട്ട്. അപ്പോൾ അതൊരു ഗുഡ് സൈനാണ്. അവർ പറഞ്ഞത് മേ ബി വേഗം ഉണ്ടാവും എന്നാണ് പറയുന്നത് കേട്ടോ. എന്തായാലും വിശേഷങ്ങൾ ഞാൻ പറയാം, അവിടുത്തെ കാര്യങ്ങളും എന്തൊക്കെയാണ് അവർ പറഞ്ഞതും ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകണമെന്നുള്ളതൊക്കെ പറയാം. പിന്നെ ജസ്റ്റ് ബോയ്ക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റി. അവൻ്റെ ബർത്ത്ഡേ 15th ക്ലാസ് ഇല്ല. ഇനിയിപ്പോൾ 4th കഴിഞ്ഞാൽ പിന്നെ ക്ലാസ് ഇല്ല കൊച്ചിന്. അതുകൊണ്ട് അതിന് മുൻപ് തന്നെ നമ്മൾ ഇവന് ഗിഫ്റ്റ്, അവൻ്റെ ബർത്ത്ഡേ ആണെങ്കിലും അവന് ചോക്ലേറ്റിൻ്റെ കൂടെ എന്തെങ്കിലും കൊടുക്കണം, എന്തെങ്കിലും റൈറ്റ് പോലെയൊക്കെ ചെയ്യണം എന്നുള്ളൊരു ചിന്തയിലാണ് അവൻ. കുറച്ച് എൻ്റെ വട്ടുണ്ട് അവന്. വട്ട് ഇൻ ദ സെൻസ് ലൈക്ക് സംതിങ് എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ടൊക്കെ ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് ഭയങ്കരമായിട്ടുണ്ട് അവന്. അപ്പോൾ ആൽവിൻ ഒന്നും നോക്കിയില്ല. ആൽവിനും എന്തൊക്കെയോ നല്ല ക്യൂട്ട് സാധനങ്ങളാണ് വാങ്ങിച്ചേക്കുന്നത്, കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എന്തായാലും ആ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ എത്രയും വേഗം വരാം. ഒരു ½ an hour ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് വിശേഷങ്ങൾ കേൾക്കാം കേട്ടോ, മെംബ്രെയിൻ സ്വീപ്പിനെ പറ്റി. ഈ വീഡിയോ ഞാൻ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യും ഗൈസ്. മേ ബി നാട്ടിൽ കാണുമ്പോൾ നിങ്ങൾ നാളെ 2nd April കാണുന്നത്. ആ 2nd April ചിലപ്പോൾ ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കുമോ എനിക്കറിയില്ല. എനിവേ, റിമെമ്പർ മീ ഇൻ യുവർ പ്രേയേഴ്സ് ഓൾവേസ്. I hope I update everything in my social media. Maybe WhatsApp സ്റ്റാറ്റസിലൂടെയോ അല്ലെങ്കിൽ സ്റ്റോറിയിലൂടെയൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുമായിരിക്കും. സ്റ്റേ ട്യൂൺഡ്. ജസ്റ്റ് പോയാൽ ഞങ്ങൾ 3 പേരും കൂടി, അല്ല 3 പേര്, ശരിയാ 3 പേരും കൂടി വിളിച്ച് 3 പേരാണ് കേട്ടോ. 3 പേരാണ് അല്ല ചോ 4 പേരും കൂടി വന്നു. സർപ്രൈസ് ആണല്ലോ. Is that? Huh? Is it for my birthday? You had to buy all of that just for my birthday? What the? All of that just for my birthday. ഇതെല്ലാം 30 ഉണ്ട്. അങ്ങനെ ജസ്റ്റ് പോയി എത്തി. ഞാനങ്ങോട്ട് പുറത്തിറങ്ങി. നല്ല വെയിലുണ്ടേ, ചൂടത്ത് നിൽക്കാമെന്ന് വിചാരിച്ചു കുറച്ച് നേരം. അതോടുകൂടെ വേഗം അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു വീഡിയോ. കാരണം ഇങ്ങനത്തെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ വേഗം അപ്ലോഡ് ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ ബേബി വന്നു കഴിഞ്ഞിട്ടൊക്കെ അപ്ലോഡ് ചെയ്യണതിനോട് താല്പര്യമില്ല. കുറച്ചും കൂടി അപ്ഡേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യണമല്ലോ. സാധാരണ ഞാനിങ്ങനെ വീഡിയോ എടുത്ത് വെച്ച് 2 days ഒക്കെ കഴിഞ്ഞിട്ടൊക്കെയാണല്ലോ അപ്ലോഡ് ചെയ്യണം. പക്ഷെ ഇത് അങ്ങനെ ചെയ്യണ്ട എന്ന് വിചാരിച്ചേ. അപ്പോൾ എന്താണ് വിശേഷങ്ങളെന്ന് പറയാം. മെംബ്രെയിൻ സ്വീപ്പ്
ആണ് ചെയ്തത്, ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അത് ചെയ്യാതെ അതിന് മുൻപ് തന്നെ നാച്ചുറലി വരണം എന്നൊക്കെ ഞാൻ വിചാരിച്ച്. ഇതും നാച്ചുറൽ പ്രോസസ്സ് തന്നെയാണ്, പ്രത്യേകിച്ച് മെഡിക്കേഷൻസ് ഒന്നുമില്ല. അവർ എന്താ നമ്മളുടെ ആ ഒരു അമ്നിയോട്ടിക് സാക്കും ആ ഒരു യൂട്രസ് തമ്മിലുള്ള ഒരു ഇത് ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ടൊന്ന് എക്സാമിൻ ചെയ്യണതാണ്. അത് ചെയ്യുമ്പോൾ നാച്ചുറലി നമുക്ക് പെയിൻ വരാൻ വേണ്ടി. അപ്പോൾ എൻ്റെ ഓൾറെഡി സെർവിക്സ് 2 സെൻറ്റിമീറ്റർ പ്ലസ് ഡയലറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ ആയിരുന്നു എനിക്ക് ആ പെയിൻ ഉണ്ടായിരുന്നത് കുറച്ച് ദിവസം മുൻപ് വരെയൊക്കെ. ഇന്നലെ നൈറ്റൊക്കെ ഉണ്ടായിരുന്നു എനിക്കൊരു കോൺട്രാക്ഷൻസ് പോലെ. അപ്പോൾ അതിനി പയ്യെ കൂടി വരും. അപ്പോൾ അതിനെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയാണ്, അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇന്നത്തെ ആ ഒരു മെംബ്രെയിൻ സ്വീപ്പ് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് ഇന്ന് കഴിഞ്ഞു. ആൻഡ് വലിയ പ്രൊസീജിയറൊന്നും അല്ല, കപ്പിൾ ഓഫ് മിനിറ്റ്സ് എടുക്കുള്ളൂ. പക്ഷേ ആ എടുക്കുന്ന മിനിറ്റ്സ് ഇറ്റ്സ് പെയിൻഫുൾ. ലൈക്ക് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ആലോചിക്കാവുന്നേ ഉള്ളൂ. സെർവിക്സിലേക്ക് 2 ഫിംഗേഴ്സാണ് അവർ യൂസ് ചെയ്യുന്നത്. വിത്ത് സം കൈൻഡ് ഓഫ് കോൾഡ് ജെല്ല് യൂസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ ജെല്ല് വെച്ചിട്ട് അവർക്കറിയാമല്ലോ പെട്ടെന്നാണ് ചെയ്യുന്നത് അത്. അപ്പോൾ അവരത് പെട്ടെന്ന് ചെയ്യും. പക്ഷേ നമുക്ക് ഇത് പെട്ടെന്ന് അത് ഭയങ്കരമായിട്ട് പെയിനായിട്ട് തോന്നും. ഇറ്റ്സ് ഓക്കെ. അപ്പോൾ എന്തായാലും ചെറിയതായിട്ടുള്ള ബ്ലീഡിങ് ഒക്കെ ഉണ്ടാവും, ഒരു കപ്പിൾ ഓഫ് hours മേ ബി. അത് ഇതിൻ്റെ ഒരു പാർട്ടാണ്, അതുണ്ടാവും എന്ന് പറഞ്ഞ്. പിന്നെ ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ വിത്തിൻ 48 hours മോസ്റ്റ് പ്രോബബ്ലി നമുക്ക് എല്ലാം സെറ്റാകും. അപ്പോൾ മേ ബി നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ മേ ബി ഞാൻ ഹോസ്പിറ്റലിലായിരിക്കും, ആകട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ്. അപ്പോൾ എന്തായാലും അതൊക്കെയാണ് വിശേഷങ്ങൾ മെയിനായിട്ട്. അങ്ങനെ മെംബ്രെയിൻ സ്വീപ്പ് കഴിഞ്ഞ് ഇനി ഉള്ളത് April 10th. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാത്ത രീതിയിൽ അതിന് മുൻപ് തന്നെ എല്ലാം സെറ്റപ്പ് ആവട്ടെ അല്ലേ, അങ്ങോട്ടേക്ക് പോകാതെ തന്നെ എല്ലാം അതിന് മുൻപ് ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആൻഡ് ഐ എം പ്രേഫുള്ളി വെയിറ്റിംഗ്. പിന്നെ കപ്പിൾ ഓഫ് തിങ്സ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി കുറച്ച് മൂവ്മെൻറ്റ്സ് വേണം ബോഡി. അപ്പോൾ കുറച്ച് നടക്കലും അതേപോലെ സ്ട്രെച്ചിങ്ങും, പെൽവിക് റീജിയനിലേക്ക് പ്രഷർ വരണമല്ലോ ഇനി. അപ്പോൾ അതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിൻ്റെതായിട്ടുള്ള ഭാഗമായിട്ട് ഞാൻ 2 ദിവസമായിട്ടൊക്കെ ഇവിടെ എപ്പോഴും ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും. പ്ലസ് ഇപ്പോൾ നമ്മുടെ ഈ ബാക്ക് യാർഡിൽ ടുലിപ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ അതിൻ്റെ ചുറ്റും കുറേ വീഡ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ പറിച്ച് കളയുമ്പോൾ നമ്മൾ ഇരുന്നാണല്ലോ പറിച്ച് കളയുന്നത്. അപ്പോൾ അതൊരു എക്സസൈസ് ആവും. പിന്നെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം, മാക്സിമം നടക്കാം. അങ്ങനെ എൻകറേജ് ചെയ്യാം ബേബീനെ. ആ ഒരു താഴത്തോട്ടൊരു പ്രഷർ വരട്ടെ. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് സംഭവിച്ചോട്ടെ ഇന്ന്. പിന്നെ ജസ്റ്റ് പോയി നല്ല സന്തോഷത്തിലാണ്. ഞാൻ നിങ്ങൾ നേരത്തെ കണ്ടില്ലേ വീഡിയോ, എന്താ വാങ്ങിച്ചേക്കെന്നുള്ളത് ഞാൻ പിന്നെ വേറൊരു വീഡിയോയിൽ കാണിക്കാം. എല്ലാം കൂടി കാണിച്ചു കഴിഞ്ഞാൽ വീഡിയോ വലുതായി പോവും. ജസ്റ്റ് പോയി ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ അവൻ്റെ ബർത്ത്ഡേ സംബന്ധിച്ച് നമ്മൾ അവൻ്റെ ഫ്രണ്ട്സിന് ഗിഫ്റ്റ് കൊടുക്കാൻ പോകണതാണ്. അവൻ ഒരു ചോക്ലേറ്റും വിത്ത് ആ ഒരു ഗിഫ്റ്റും പിന്നെ ഒരു റൈറ്റപ്പ് പോലെ ചെയ്യും. യെസ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ഇവിടുത്തെ ടുലിപ്സും കൂടി കാണിച്ചിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ടുലിപ്സ് ഇങ്ങനെ നിൽക്കുന്നത് കണ്ട, ഇവിടെയൊക്കെ ഉണ്ട്, അങ്ങനെ എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ അതിന് ചുറ്റുമുള്ള ഈ വീഡ്സാണ് ഞാനിങ്ങനെ പറിച്ച് കളയണത്. ഇവിടെയൊക്കെ നിറച്ചുണ്ടായിരുന്നതാണ്, ഇവിടത്തേക്ക് ഞാൻ എല്ലാം പറിച്ച് കളഞ്ഞ് കാണുന്നത് പറിച്ച് കളയാനാണ്. അപ്പോൾ പറിച്ചിങ്ങനെ കളയുമ്പോൾ എനിക്കും നല്ലതാണ്. ഈ സമയത്ത് ഇങ്ങനെ ഇരുന്ന് ചെയ്യുമ്പോൾ നല്ലതാണല്ലോ. അപ്പോൾ അങ്ങനെ ഇതൊക്കെ വിരിയാറായിട്ടുണ്ട്. യെല്ലോ ആണെന്ന് തോന്നുന്നു എല്ലാം. അതിൽ ഏറ്റവും കൂടുതൽ വിരിയാറായിട്ട് നിൽക്കുന്ന ഇതായിരിക്കും ഫസ്റ്റ് വിരിയാൻ പോകുന്നത് കേട്ടോ. ഇതെപ്പോൾ ആകും എന്നൊരു ഐഡിയ ഇല്ല. അപ്പോൾ ഇതേപോലെ ഞാൻ ഇനി ഇരുന്ന് എല്ലാം പറിച്ച് കളയാൻ പോകുന്നുണ്ട് ഗൈസ്. അപ്പോൾ എനിക്കൊരു എക്സസൈസും ആകും, പ്ലസ് നമ്മുടെ ബാക്ക് യാർഡ് നീറ്റാവും. ഗൈസ് അങ്ങനെ ഞാൻ ഇതേ അകത്തോട്ട് കയറി. പറഞ്ഞ പോലെ അത്ര വലിയ ചൂടൊന്നും ഇല്ല കേട്ടോ. ഒരു പെർട്ടിക്കുലർ സ്ഥലത്തോട്ട് ചെല്ലുമ്പോൾ ആ ഒരു സൺലൈറ്റ് ഉള്ള സമയത്ത് അവിടെ ഒരു വാം ടെമ്പറേച്ചർ ഉണ്ട്. പിന്നെ കാറ്റുണ്ട്, തണുത്ത കാറ്റുണ്ട്. എന്തായാലും തുണികളൊക്കെ ഉണങ്ങുന്നുണ്ട് നമ്മളുടെ. ഈ പറഞ്ഞ പോലെ ലോണ്ട്രി ബിൻ കാലിയാണ് ഗൈസ്. ഈ ഇത്രയും നാളും ശരിക്കും നമുക്ക് തണുപ്പായതുകൊണ്ട് ഒരു സെറ്റ് അലക്കി അത് ഉണങ്ങി അടുത്ത സെറ്റ് ഇട്ട് ഇതിപ്പോൾ കാണുമ്പോൾ ഇലക്കി നമ്മുടെ ലോണ്ട്രി ബിന്നൊക്കെ കാര്യമാണ്. കാരണം ഇനി കമ്മിങ് ഡേയ്സ് ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. പിന്നെ കൊച്ചും കൂടി എല്ലാം മാനേജ് ചെയ്യണ്ടേ. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. ഹോപ്പ്ഫുള്ളി എവറിത്തിങ് വിൽ ബി ഫൈൻ ഇൻ ദ നെയിം ഓഫ് ജീസസ്. യെസ്, ഐ വിൽ സീ യു സൂൺ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. മേ ബി എനിക്കറിയില്ല ഞാൻ എടുക്കുമോ വീഡിയോ അല്ലെങ്കിൽ ആൽവിൻ എടുക്കുമോ, ഐ ഡോണ്ട് നോ. Please do like, comment and subscribe to our channel. Bye bye, take care.